മരണാനന്തര ബഹുമതിയായി രാജ്യം ശൗര്യചക്രം നൽകി ആദരിച്ച സൈനികൻ ജി വിജയൻകുട്ടിയുടെ കുടുംബം ഇന്നേറെ അഭിമാനത്തിലാണ്. 2024 ജൂൺ 15-ന് ജമ്മുകാശ്മീരിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് കൊല്ലം കുന്നത്തൂർ സ്വദേശിയായ ധീരസൈനികൻ വീരമൃത്യു വരിക്കുന്നത്. അദ്ദേഹത്തിന് രാജ്യം നൽകിയ ആദരം ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ് ഈ കുടുംബം. ധീരസൈനികനെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാജ്യം ജി വിജയൻകുട്ടിക്ക് മരണാനന്തര ബഹുമതിയായി ശൗര്യചക്ര പ്രഖ്യാപിച്ചത്. തികഞ്ഞ ദേശസ്നേഹിയായിരുന്നു അദ്ദേഹം. മാസങ്ങൾക്ക് മുൻപ് ജി വിജയൻകുട്ടിയുടെ വിയോഗം കുടുംബത്തെയാകെ കണ്ണീരിലാഴ്ത്തിയിരുന്നു. ആ വേദനയ്ക്കിടയിലും ഇന്ന് അഭിമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും. രാജ്യം ഇത്രയും നല്ലൊരു ബഹുമതി നൽകി ആദരിച്ചതിന് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാന നിമിഷമാണിത്. പിന്നെ വിഷമമുണ്ട്, എന്നാലും ഈ സമയം ഞങ്ങൾ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു. ജോലിയിൽ വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. പിന്നെ എല്ലാവർക്കും അവിടെ ഓഫീസർമാർക്കും കൂടെ ജോലി കൂടെ കൂട്ടുകാർക്കും എല്ലാം വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. എല്ലാത്തിനോടും നല്ല ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു. മൂത്ത മകൾ രമ്യ വിജയൻ ബിരുദ വിദ്യാർത്ഥിയാണ്. തങ്ങളുടെ ഹീറോ ആയ അച്ഛൻ ഇപ്പോഴും ഒപ്പമുണ്ട് എന്നതാണ് രമ്യയ്ക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഹീറോ ആണ്, രാജ്യത്തിന് ഹീറോ ആയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനിച്ചെന്ന് തൊട്ടേ ഞങ്ങളുടെ അച്ഛൻ വളരെ നല്ല ഹീറോ ആണ്. വളരെ എപ്പോഴും ഞങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും ഞങ്ങളെ എപ്പോഴും ഫ്രണ്ട്സായിട്ട് തന്നെ കണ്ട് ഞങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു തന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ഒത്തിരി സങ്കടം ഉണ്ടെങ്കിലും ഇപ്പോഴും അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മെൻ്റലി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഫിസിക്കലി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രസൻസ് എപ്പോഴും അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങളെ വീട്ടിൽ അച്ഛന് അങ്ങനെ പോകാൻ പറ്റത്തില്ല, എപ്പോഴും ഉണ്ട് കൂടെ. 7ാം ക്ലാസ്സുകാരി ഭവ്യ വിജയനാണ് ഇളയ മകൾ. നല്ല ജോലി വാങ്ങിക്കണം, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. അതേപോലെ അച്ഛന് ഞങ്ങൾ നല്ലൊരു നിലയിൽ എത്തണമെന്നായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം എന്തൊക്കെ ആയാലും അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കും. 28 വർഷം മുൻപാണ് ജി വിജയൻകുട്ടി സൈനിക ജീവിതം ആരംഭിക്കുന്നത്. ജമ്മു കശ്മീരിലെ ഓപ്പറേഷനുകൾക്ക് നിർണായകമായ റിയാസി അർനാസ് മാഹോർ റോഡിന്റെ നിർമ്മാണത്തിനിടെയാണ് കഴിഞ്ഞ ജൂൺ 15-ന് അപകടമുണ്ടായത്. ഖർഡ് പാലത്തിൽ വെച്ച് വിജയൻകുട്ടി ഓടിച്ചിരുന്ന ബുൾഡോസർ 3000 മീറ്റർ താഴ്ചയിലേക്ക് മറിഞ്ഞു. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികന്റെ ഓർമ്മകളിലാണ് ഈ വീടും ഒപ്പം നാട്ടുകാരുമുള്ളത്. ജനം, കൊല്ലം.